ക്ഷമ, നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആത്മഹത്യകൾ. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ പുരുഷന്മാരാണ്. ഈ പുരുഷന്മാരിൽ തന്നെ കൂടുതലും വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരാണ്. എന്തുകൊണ്ടാണ് ഈ വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്? വിവാഹ ജീവിതത്തിൽ സക്സസ് ആവാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വിവാഹം മടുത്തിട്ടാണോ, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടുള്ള എന്തെങ്കിലും മറ്റ് തരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണോ ഈ വിവാഹിതരായ പുരുഷന്മാർ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്? നമുക്ക് ഡേറ്റ ആദ്യം പറയാം. അന്ന് നമ്മളിത് സംസാരിച്ച സമയത്ത് മൊത്തത്തിലുള്ള ആത്മഹത്യയെ കുറിച്ചാണ് നമ്മളന്ന് ഈ വിഷയം സംസാരിച്ചപ്പോൾ. നമുക്ക് വിവാഹിതരുടെ കണക്കെടുക്കാം. അതായത് 100 പേര് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ 78 പേരും ആത്മഹത്യ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ 78 പേര് ആത്മഹത്യ ചെയ്യുന്നത് വിവാഹിതരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ ഒരു സ്ത്രീ ഇവിടെ ആത്മഹത്യ ചെയ്യുമ്പോൾ 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. ഡേറ്റയാണ് പറയുന്നത്. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ പിന്നെ 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ 100-ൽ 78 പേർ വിവാഹിതരാണെന്ന് പറയുമ്പോൾ അതിൽ 39% പേർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഈ വിവാഹിതരിൽ 7% പേർ ആത്മഹത്യ ചെയ്യുന്നത് ഡിവോഴ്സിന് ശേഷം ഉള്ളവരാണ്. ഡിവോഴ്സ് നേടിയ ശേഷമാണ് 7% പേർ ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് ഈ കണക്കിൽ തന്നെ 5-ൽ ഒരാൾ ആത്മഹത്യ ചെയ്തത് വീടിനുള്ളിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കമാണ്. അതിൽ അവിഹിതമോ മറ്റു കാര്യങ്ങളോ വരുന്നില്ല, വീട്ടിലുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും കഴിഞ്ഞ് ഈ 7%-ലേക്ക് വരാം. അതായത് ഡിവോഴ്സിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന 7% പുരുഷന്മാർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിവോഴ്സ് കഴിയുമ്പോൾ കാര്യമായ നഷ്ടം സംഭവിക്കുക പുരുഷന്മാർക്കാണ്. അത് ഞാൻ ചോദിക്കാൻ വരികയാണ്. ഞാൻ കണ്ടൊരു മൂവി, എല്ലാവർക്കും അറിയാം, ജയ് ജയ് ഹേ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതെ, ആ സിനിമയിൽ ബേസിൽ ജോസഫ് ഭാര്യയുമായി വേർപിരിയുന്നു. വേർപിരിഞ്ഞു കഴിഞ്ഞ ശേഷം ബേസിൽ ജോസഫ് പറയുന്ന ഒരു ഡയലോഗിന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, വലിയ കൈയടിയായിരുന്നു. സ്ത്രീകൾക്ക് എന്തോ അറിയണം, ഇവിടെ പുരുഷന്മാരല്ലേ അനുഭവിക്കുന്നത്. ഡിവോഴ്സിന് ശേഷം സ്ത്രീകൾ സന്തോഷമായിട്ട് ജീവിക്കും, പക്ഷെ പുരുഷന് പിന്നെ ഒരു ജീവിതം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതെ, അത് 2 കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായും സംഭവിക്കും. ഈ ഡിവോഴ്സിന് ശേഷമുള്ള പുരുഷന്മാർ മറ്റൊരു വിവാഹം തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നവർ, അതായത് മറ്റു വിവാഹം തിരഞ്ഞെടുക്കുന്നത് 100-ൽ 15 പേരേ ഉള്ളൂ. 100-ൽ 15 പുരുഷന്മാർ മാത്രമേ വിവാഹത്തിന് ശേഷം മറ്റൊരു വിവാഹം തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാക്കി 100-ൽ 85 പേരും പിന്നീട് ജീവിക്കുന്ന ഒറ്റപ്പെട്ടാണ്. ഈ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള കാരണം ഇവരെ പിന്നീട് സമൂഹം എടുത്ത് കാര്യമായി അലക്കും. പിന്നീട് ഒരു വിവാഹത്തിന് വേണ്ടി ഇവർ ശ്രമിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യും? പിന്നെ ഇവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്നൊക്കെ രീതിയിൽ ഇവരെ കാര്യമായി ഉപദ്രവിക്കും. അല്ല, എനിക്കറിയാം, ഈ വിവാഹമോചനം നേടിയ ആൾക്കാരുണ്ടല്ലോ, വിവാഹമോചനം നേടിക്കഴിഞ്ഞുള്ള ആൾക്കാർ വേറൊരു വിവാഹം കഴിക്കാനായിട്ട് പോകുമ്പോൾ, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഉണ്ട്. എൻ്റെ സുഹൃത്ത് ആണാണ്. പുള്ളിക്കാരൻ തന്നെ വേറൊരു വിവാഹം കഴിക്കാനായിട്ട് പോയപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ മാനദണ്ഡം? രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിന് നമുക്കൊരു മാനദണ്ഡം ഉണ്ടല്ലോ. ആദ്യ വിവാഹം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സമൂഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലൊരു ക്രൈറ്റീരിയയാണ് സ്ത്രീധനം, പുരുഷന് ഗവൺമെന്റ് ജോലി എന്നൊക്കെ ഉള്ളത്. അപ്പൊ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുമ്പം ഇത്ര വലിയ ക്രൈറ്റീരിയ ഇല്ല, പക്ഷെ ഇമോഷണൽ ക്രൈറ്റീരിയ ഭയങ്കരമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു പുരുഷൻ വിവാഹം കഴിക്കാനാണ് പോകുന്നതെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്, അതായത് വധുവിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഭാര്യ മരിച്ചുപോയ ഒരു പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത കാരണത്തിൽ ആ സ്ത്രീ ഡിവോഴ്സ് ആയതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആവാനുള്ള കാരണം തൻ്റേതായി ആകരുത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ സ്ത്രീക്ക്, അതായത് ഈ വിവാഹം കഴിക്കാൻ വരുന്ന, രണ്ടാമത് വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷന്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതം ഉണ്ടായിരിക്കണം. കാരണം പുരുഷൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വിവാഹം കഴിക്കാനായിട്ട് രണ്ടാമതാണെങ്കിലും സ്ത്രീകൾ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അതെ, പിന്നെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അവരുടെ ഈ രണ്ടാമത് വിവാഹം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ അന്വേഷണം പോകുന്നത് അതായത് രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നും ആദ്യത്തെ അന്വേഷണം പോകുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ കുടുംബത്തിലേക്ക്. അവർ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ പറ്റി ഒരു കാരണവശാലും നല്ലത് പറയില്ല എന്നത് മാത്രമല്ല, പരമാവധി അവർ ഇദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യും. നമ്മളൊരു എന്താ പറയാ, പുരുഷനാണ് ശരിയെന്ന് പറഞ്ഞൊരു ചർച്ചയല്ല നടക്കുന്നത്. പക്ഷേ പിന്നീട് ഇവർക്കുള്ള ഒരു നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഭാര്യയുടെ കയ്യിലായി പോകും.
കുട്ടികളെ ഒരു കാരണവശാൽ ഈ പുരുഷന് കിട്ടില്ല. ഭൂരിഭാഗം പുരുഷന്മാരും കോടതി ഒരു സമയം അനുവദിച്ചു കൊടുത്താലും 1 or 2 തവണ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കുഞ്ഞ് ഇദ്ദേഹത്തെ തിരിച്ചറിയണമെന്നില്ല. കൂടുതൽ പുരുഷന്മാരും എന്ത് ചെയ്യും, ഈ കുഞ്ഞിനെ കോടതിയിലേക്കോ ഒന്നും കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ച് അവർ തന്നെ വളർത്തട്ടെ എന്ന് കരുതി എന്ത് ചെയ്യും, അവരെ തന്നെ ഏൽപ്പിക്കും. ഞാൻ സ്ത്രീകളുടെ കൂടെയാണ് കേട്ടോ, കുഞ്ഞുങ്ങളെ സ്ത്രീകൾ തന്നെ നോക്കണം, അതിൽ ഞാൻ സ്ത്രീകളുടെ കൂടെയാണ്. അതെ, സ്ത്രീകൾ തന്നെ നോക്കണം. പക്ഷേ ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു നഷ്ടം, ഭാര്യ പോകുന്നു, കുഞ്ഞു പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റപ്പെടൽ. അങ്ങനെയാണ് ഈ 7% ആത്മഹത്യയിലേക്ക് പോകുന്നത്. പിന്നീട് ഒരു ഭയങ്കരമായ ഒരു കണക്കുണ്ട്. 16,021 പേരാണ് വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 16,021 പേർ ആത്മഹത്യ ചെയ്തു വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതൊരു വല്ലാത്തൊരു കണക്കാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പിന്നെ ഈ പറയുന്നത് പോലെ കുടുംബം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാത്ത സാഹചര്യം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വന്ന ശേഷമാണ് ഇവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിലെല്ലാം നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അത് വളരെ മാതൃകയാണ്. നമ്മുടെ കേരളത്തിലെ കണക്ക് നോക്കുമ്പോൾ 27.20 ഇതിന്റെ നിരക്ക്, ആത്മഹത്യാ നിരക്ക്, മൊത്തത്തിലുള്ള ആത്മഹത്യാ നിരക്ക് 27.20. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് 11.3 ഉള്ളൂ. കേരളത്തിൽ 27.20 നിരക്ക്, വളരെ കൂടുതലാണ്. അതേസമയം മലപ്പുറം എടുക്കുമ്പോൾ ഈ കേരളത്തിൽ 27.20 ആത്മഹത്യയെങ്കിൽ മലപ്പുറത്ത് 11.3 ഉള്ളൂ. അത് നല്ല കാര്യമാണ്. അവിടെ ഡിവോഴ്സ് കേസുകളുടെ എണ്ണവും പെർസെൻറ്റേജ് നോക്കുമ്പോൾ കുറവാണ്, വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ജില്ല ഏതാണെന്നറിയാമോ? തിരുവനന്തപുരം. തലസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്. പിന്നീട് ഈ പറയുന്ന 78% ഉണ്ടാകുന്ന ആത്മഹത്യ, വിവാഹിതരിൽ 78% ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയിൽ 7% ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറയുന്നു. അതിനു മുമ്പുള്ളവർ കുടുംബ പ്രശ്നങ്ങൾ, ഈ പറയുന്ന അവിഹിതം എന്ന് പറയുന്ന കാര്യങ്ങൾ, അവിഹിത കാര്യങ്ങൾ, അതിൻ്റെ കാരണമുണ്ട്. ലഹരിയുടെ ഉപയോഗമുണ്ട്. സ്ത്രീധന വിഷയത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ 3 പുരുഷന്മാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. വിവാഹിതയായിട്ടുള്ള 100 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിൽ 50%-ലധികത്തിൻ്റെ കാരണം ഈ സ്ത്രീധനമാണ്. ഈ സ്ത്രീധനത്തിൽ ഉണ്ടായിരിക്കുന്ന തർക്കമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മൂല കാരണം. ഇവിടെ സംഭവിക്കുന്നത്, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ പുരുഷന്മാർ ഈ ആത്മഹത്യയിലേക്ക് നീങ്ങാനുള്ള കാരണം, ഇവരടുത്ത ആശ്രയം എന്ന് പറയുന്നത് ഇത് പരിഹരിക്കുന്നതിനപ്പുറം ഇത് നേരെ ബാറിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരിക്കലൊരു പോലീസ് ക്വാർട്ടേഴ്സിലെ എൻ്റെ ഒരു സുഹൃത്തിനെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി പോയി. പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അടുത്തടുത്താണല്ലോ. അപ്പോൾ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ ഭയങ്കരമായ ബഹളം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നീ അത് മൈൻഡ് ചെയ്യാൻ പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പുറത്തെന്തോ ഈ പ്രശ്നം എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് മൈൻഡ് ചെയ്യാൻ പോണ്ടത്, അതൊരു വല്ലാത്ത ഫാമിലിയാണ്, നീ അനങ്ങാൻ പോണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെന്ന് വെച്ചാൽ ഈ സൗണ്ട് ഉറച്ചു, വലിയ പ്രശ്നമായി. അപ്പം ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇതിപ്പോൾ ഇത് പതിവിലും കൂടുതലാണല്ലോ, എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ പോയി ഒന്ന് ഇടപെട് എന്ന് പറഞ്ഞു. ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുക. അത് ഭയങ്കര ബഹളമായി. അപ്പോൾ കുഞ്ഞുങ്ങളും കിടന്ന് കരയുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ എന്ത് ചെയ്തു, ഭാര്യ ബാഗും എല്ലാം എടുത്ത് കുഞ്ഞിനെയും എടുത്ത് പുറത്ത് വന്ന് ഒരു വണ്ടി പുറത്തുനിന്ന് വിളിച്ച്, അപ്പോഴത്തേക്ക് ഒരു വണ്ടി വന്നു. ആ വണ്ടിയിൽ അവരങ്ങ് പോയി. അവർ പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ അകത്ത് കയറിപ്പോയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവിടെ ആരാണ് വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വേറെ 2 പേര്. അവർ കൊണ്ടുവരുന്നത് എന്താണ്, കുറച്ച് കുപ്പിയായിട്ടാണ് വരുന്നത്. കുപ്പിയും പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവരുന്നത്. അല്ല, കള്ളുകുടിയന്മാർ ദാമ്പത്യ ജീവിതം നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ദാമ്പത്യ ജീവിതം പൊളിഞ്ഞതിന് ശേഷം കുടിച്ചു തുടങ്ങുന്നതാണെന്നാണോ ഷാൻ പറയുന്നത്? ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾക്കൊരു സംഭവമാണോ? എങ്ങനെ എന്ന് പറഞ്ഞാല് മദ്യം കൈകൊണ്ട് തൊടാത്ത ഒരാൾ കുടുംബജീവിതം തകർന്നു കാരണത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ധനുഷ് ഈ ബാറിലൊന്നും പോകാത്തത് കൊണ്ടാണ്. ബാറിലൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ, നമുക്ക് ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചാൽ മതി. ചുറ്റും സംസാരിക്കുന്നവരെ നമുക്ക് എപ്പോഴും ഭയങ്കര ബഹളമായിരിക്കും. ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരിലെ ചർച്ചയിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ കുറച്ചു പേരെ ഉള്ള ആരെങ്കിലും കൈകാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ തമാശ പറഞ്ഞിരിക്കുന്നത്.
ഈ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഒറ്റയ്ക്കിരുന്നൊക്കെ മദ്യപിക്കുന്നവരുണ്ട്. ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുക എന്ന് പറയുന്നത് അത് മദ്യത്തിന് അഡിക്റ്റ് ആയവരാണ്. അവരിങ്ങനെ എന്തൊക്കെയും ചിന്തിച്ചു കൊണ്ടിരുന്ന് ഇങ്ങനെ മദ്യപിക്കും. അവരിലേക്ക് നമ്മൾ അവരെ സ്റ്റഡി ചെയ്യുക, അവരെ പഠനം നടത്തി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും ഇതിൻ്റെ കാരണം. ഇവരിതിനെ ഒരു ഓപ്ഷനായിട്ട് എടുക്കുന്നു. ഈ പ്രശ്നങ്ങൾ മൂലം മദ്യപിക്കാൻ പോകുന്നത്, പ്രശ്നങ്ങൾ മൂലം മദ്യപിക്കാൻ പോവുകയേ ചെയ്യരുത്. അങ്ങനെ മദ്യത്തെ അതിനൊരു ഓപ്ഷനായി മദ്യത്തെ തിരഞ്ഞെടുത്താൽ ആ മദ്യം നിങ്ങളെ കൊണ്ടുപോകും. മദ്യം ഉറപ്പായിട്ടും കൊണ്ടുപോകും. ചിലരുണ്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ബിയറൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് റിലാക്സ് ആയേക്കാം ഈ പ്രശ്നങ്ങളിൽ നിന്ന്. ആ ബിയർ അടി കഴിക്കാൻ പോകുന്ന ആളെ മദ്യം അവിടെ ഇരുത്തും. ഈ പ്രശ്നങ്ങളുമായിട്ട് അവിടെ പോകുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുത്തി കുടിപ്പിക്കും മദ്യം. അതാർക്ക് പോക്കറ്റിൽ നിന്ന് പൈസ മദ്യം തന്നെ എടുത്ത് പിന്നെ കൊണ്ടുപോയി മദ്യം തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് കുടിപ്പിക്കും. അത് മദ്യം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അപകടാവസ്ഥ അതാണ്. ഇതിൽ ഭൂരിഭാഗത്തിൻ്റെയും കാരണം ലഹരിയുടെ ഉപയോഗമാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരിൽ കൂടുതലായിട്ട് ഈ ഡാറ്റയിൽ പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും കണക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ പുറത്തുനിന്നുള്ള സ്വകാര്യ ഏജൻസികളൊക്കെ ഇതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട്. ഈ ആത്മഹത്യ പ്രതിരോധ സെല്ലൊക്കെ ഇതിൻ്റെ കണക്കുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഈ SCRB എടുക്കുമ്പോൾ ഇത്രയും കൃത്യമായൊരു ഡാറ്റ ആത്മഹത്യ ചെയ്തതിൻ്റെ ഇതും എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, ഏതൊക്കെ ജില്ല, ഇത് മാത്രമേ SCRB എടുക്കാറുള്ളൂ. കുടുംബ പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുക്കുന്നത് ഈ ആത്മഹത്യ പ്രതിരോധ സെല്ല് പോലെയുള്ള, അതുപോലെ ആത്മഹത്യ പ്രതിരോധ സെല്ലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളും എടുക്കാറുണ്ട്. പിന്നെ ഈ ആത്മഹത്യ എന്ന വിഷയത്തിൽ തന്നെ പഠനം നടത്തുന്ന കുട്ടികളുണ്ട്. അവരൊക്കെയാണ് ഇതിൻ്റെ കണക്ക് വ്യാപകമായി എടുക്കുന്നത്. ഇവിടെ അടുത്തൊരു മരണം സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒരാൾ സ്റ്റെയർ കേസിൽ തൻ്റെ 2 കുട്ടികളെയും കെട്ടിത്തൂക്കി. എന്നിട്ട് അയാളും ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ്. ഈ ഭാര്യയ്ക്ക് പുതിയൊരു ബന്ധം, ഈ ഭാര്യ ഇയാളെയും കുട്ടികളെയും വകവയ്ക്കാതായതോടുകൂടി ഇയാൾ ഈ കുട്ടികളെയും കൊലപ്പെടുത്തി ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതുപോലെ ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? 25 പേരാണ് കഴിഞ്ഞ വർഷം കൂട്ടാത്മഹത്യയിൽ മരിച്ചത്. കൂട്ടാത്മഹത്യയിൽ മരണപ്പെട്ടത് 25 പേര്. കൂട്ടാത്മഹത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ആന്ധ്ര, 2 തമിഴ്നാട്, 3 മധ്യപ്രദേശ്, 4 രാജസ്ഥാൻ, 5 കേരളം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വന്നിരിക്കുന്നത്. ഈ പുരുഷന്മാർ ചെയ്യേണ്ടത്, അതായത് പുരുഷന്മാർ ഈ പറയുന്ന കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് പരിഹരിക്കാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡിവോഴ്സാണ്. അതൊരു തെറ്റായ കാര്യമല്ല. ഡിവോഴ്സ് ചെയ്ത് 2 പേരും 2 നിലയിൽ ജീവിക്കുക. ഡിവോഴ്സ് ചെയ്ത ഒരാൾ രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ ശ്രമിക്കുക. കുടുംബം അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ഈ ഡിവോഴ്സ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു വ്യക്തി 2 പേര് പിരിയാനായിട്ട് തീരുമാനിക്കുന്നു, അവർ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി പിരിയുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല പിരിയുന്നത്. ഇവർ വലിയ ശത്രുക്കളായി മാറുന്ന മാത്രമല്ല ഇവരുടെ കുടുംബം ഇടപെടും. കുടുംബം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. പിന്നെ ഈ കുടുംബം ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഭാര്യയെ ഭർത്താവിനോ ഭർത്താവിനെ ഭാര്യയ്ക്കോ കാണാൻ സാധിക്കില്ല. ഭർത്താവ് കാണുന്നത് ഭാര്യയുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, വലിയ ശത്രുതയുള്ള. ഭാര്യ കാണുന്നത് ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും. അത്തരത്തിലുള്ള അതാണ് ഈ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല. ആ കാര്യത്തിലേക്ക് നമ്മൾ വിദേശികളെ കണ്ടുപിടിക്കും. ഡിവോഴ്സ് കഴിയുന്ന സമയത്ത് അവസാനം കോടതിയിൽ ഒപ്പിട്ട് പിരിഞ്ഞ് അവസാനം കോടതിക്ക് മുന്നിൽ ഒപ്പിടും. മജിസ്ട്രേറ്റ് ഏറ്റവും അവസാനം പിരിയുകയാണോ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ നമ്മൾ പിരിയുകയാണ് എന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ സംസാരിച്ച് പിരിഞ്ഞ ശേഷം രജിസ്ട്രാറുടെ മുന്നിൽ ഒപ്പിടുന്ന സമയത്ത് ഒപ്പിട്ട ശേഷം ആ ഒപ്പിട്ട് പിരിഞ്ഞ് 2ആയി പോകുന്നവർ ഭയങ്കര ശത്രുക്കളായിട്ടാണ് പോകുന്നത്. അവർക്ക് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചൊരു ഷെയ്ഖാൻ്റെ കൗൺസിലർ അവസാനത്തെ കൗൺസിലിങ്ങിലും ഞങ്ങൾ ഒത്തുപോകുന്നില്ല എന്നൊരു തീരുമാനം കൗൺസിലറുടെ മുന്നിൽ പറയുമ്പോൾ കൗൺസിലർ ചോദിക്കും, നിങ്ങൾ ഇനി എന്തെങ്കിലും കണ്ടാൽ മുഖത്ത് നോക്കി ചിരിക്കുമോ എന്ന് ചോദിക്കും. ഇനി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചിരിക്കുമോ എന്ന് ചോദിക്കും. ഇവർ 2 പേരും പറയും മുഖത്ത് നോക്കി ചിരിക്കുമെന്ന് പറയും. പക്ഷേ പിന്നീട് അവർ ചിരിക്കില്ല. പിന്നെ ഈ പോകുന്ന സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും ആ പോകുന്ന പുരുഷൻ. അയാളെ എങ്ങനെയും നശിപ്പിച്ച് കളയുക എന്നൊരു ലക്ഷ്യം ഈ സ്ത്രീകളെ കുറ്റം പറയല്ല ചിലർക്കുണ്ട്. അദ്ദേഹത്തെ പിന്നീട് വലിയൊരു സ്ത്രീ വിരുദ്ധ പ്രസ്താവനയായിട്ട് തോന്നുന്നു. അല്ല, അതിൽ നല്ലൊരു ശതമാനമുണ്ട്. ഈ സത്യം പറയുന്നതിന് നമ്മൾ ഭയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സത്യത്തെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. കഴിഞ്ഞിട്ടും എന്തിനാണ് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള പക?
ഉണ്ട്. ഇദ്ദേഹം പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഉള്ളിൽ ഈ പക കാണും. അങ്ങനെ ഒരു പക. ഇത് ഈ പറയുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചവരാണല്ലോ. ഈ പുരുഷനും ഉണ്ടാവും. പുരുഷന്റെ പകയ്ക്കൊരു ഇതുണ്ട്. ഞാൻ ഷാമിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പുരുഷൻ കൂടുതലും തന്റെ കൈക്കരുത്ത് കൊണ്ടും മസിൽ കൊണ്ടുമാണ് ആ പക കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ സ്ത്രീ ഇമോഷണലി ആണത് മാക്സിമം നമ്മുടെ ആ പകയെക്കാട്ടിലും 10 മടങ്ങ് വലുതാണ് സ്ത്രീകളുടെ. അതാണ് ഈ മലയാളത്തിൽ ചൊല്ലക്കൊണ്ട് പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ നന്നായി ജീവിക്കുന്നു എന്ന് കാണിച്ച് ഞാൻ ഇതിന് ശേഷം വളരെ ഹാപ്പിയാണെന്ന് കാണിക്കാൻ, ശരിക്കും അവർ ഹാപ്പിയാണോന്നും ആയിരിക്കില്ല, ഹാപ്പി ആണെന്ന് കാണിക്കുവാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ ആണ് ഇതിന്റെയൊക്കെ മൂല കാരണം. സീരിയസ്ലി ചില സമയത്തുണ്ടല്ലോ സോഷ്യൽ മീഡിയ ചെറിയൊരു മെസ്സേജ് ആയിരിക്കും, ആരുടെയെങ്കിലും മെസ്സേജ് ആയിരിക്കും, പറഞ്ഞാൽ സംസാരിച്ചാൽ തീരാന്നുള്ള കേസായിരിക്കും, വീട്ടുകാർ ഇടപെടും, അതോടുകൂടി രണ്ടുപേരും അകന്നു പോകും, പിന്നെ വീട്ടുകാർ സംസാരിക്കും, വലിയ അടിയാവും, ഡിവോഴ്സ്. അതെ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചേ തീർക്കാവും. മൂന്നാമതൊരു കേസ് പോലെ ഒരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അവസാനം പാക് ഒക്യുപൈഡ് കാശ്മീരായി പോകും. മൂന്നാമതൊരു വ്യക്തി ഇതിൽ അടുപ്പിക്കാൻ പാടില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ബന്ധമാണ്. ആ അതിമനോഹരമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ തമ്മിൽ പരിഹരിക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. പറയാനുള്ള ഒരു കാര്യം, അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ സമീപിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഭാര്യ വേഴ്സസ് ഭർത്താവല്ല, മറിച്ച് ഭാര്യയും ഭർത്താവും വേഴ്സസ് ദ പ്രോബ്ലം, അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ പ്രശ്നത്തിനെതിരെയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന്, ഇവര് മറിച്ച് രണ്ടുപേരും കൂടെ മത്സരിക്കാനാണ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നത്തിനെതിരെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിക്കാനുള്ള, വിവാഹിതരുള്ള ആത്മഹത്യക്ക് കാരണം ഇതാണ്. ഈ പിന്നീട് വിവാഹത്തോട് വിരക്തി സംഭവിക്കുന്നു. പിന്നീട് എന്താണെന്നറിയാമോ, ഈ ഡിവോഴ്സിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരിൽ പിന്നെ ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഭീമമായിട്ടുള്ള തുക കോടതി ചുമത്തി കൊടുക്കും, ഇത് കൊടുക്കാനുണ്ടാവില്ല. അപ്പം പിന്നെന്താ ചെയ്യാൻ പറ്റുക? ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചാൽ ഇവർ ആത്മഹത്യ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് മനോഹരമാകണം എന്നുണ്ടെങ്കിൽ ധനുഷ് പറഞ്ഞതുപോലെ ആ രീതിയിൽ കൊണ്ടുപോകണം. ഇതിൻ്റെ ഇടയിലേക്ക് മദ്യത്തെ വലിച്ചുകൊണ്ട് വരരുത്. മദ്യം എന്ന് പറയുന്നത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള കുടുംബ ബന്ധത്തെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല വില്ലനാണ് മദ്യം. ആ മദ്യം കഴിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഭാര്യയുടെ ഭാഗത്തുള്ള ന്യായത്തെ മനസ്സിലാകില്ല. ഭാര്യയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും സ്വയം എന്ത് ചെയ്യും? പിന്നെ ഞാനാണ് ശരി എന്നുള്ള കാര്യം ഉണ്ടാവും. നമ്മുടെ വിവേകത്തെ ഓവർടേക്ക് ചെയ്യും. വിവേകത്തെ ഓവർടേക്ക് ചെയ്തു പിറ്റേന്നുണ്ടാകുന്ന ആൽക്കഹോളിക് വിഡ്രോവൽ സിൻഡ്രോം അതുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ പിറ്റേ ദിവസം ഈ തലേ ദിവസം കാട്ടിക്കൂട്ടിയതിലൊക്കെയുള്ള ദുഃഖവും എല്ലാം കൂടെ വന്നു കയറിയിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആൽക്കഹോളിക് വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഭയം, അമിതമായ ദുഃഖം, ഇതെല്ലാം വന്ന് കയറും. അമിതമായ ദുഃഖം, ഭയം, കരയാനുള്ള ടെൻഡൻസി, ഇനി ജീവിച്ചിരിക്കേണ്ട എന്നുള്ള ചിന്ത, അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതും അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുരുഷനും ഒരു മനുഷ്യനാണ് എന്ന് പരിഗണന സമൂഹം പുരുഷന് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.